പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സങ്കീർണ പ്രശ്നങ്ങളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുന്നതാണ്. സ്നേഹമുള്ള പനക്കലച്ച, എൻ്റെ പേര് ആനി. 3 മക്കളുണ്ട്. വിവാഹം കഴിഞ്ഞ് 22 വർഷമായി. ഭർത്താവിന് 6ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഭർത്താവിൻ്റെ അപ്പൻ അദ്ദേഹത്തെ സ്വന്തം മകനായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു അനാഥനെ പോലെ ജീവിച്ചു. മദ്യത്തിനും കഞ്ചാവിനും അടിമയായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ആദ്യ വർഷങ്ങളിൽ എന്നോട് നല്ല സ്നേഹമായിരുന്നു. ക്രമേണ അത് കുറഞ്ഞു വന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വർണമെല്ലാം വിറ്റ് അവസാനിപ്പിച്ചു. പിന്നീട് ചില കാര്യങ്ങൾക്ക് വഴക്കായി എന്നെ അടിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് മക്കളും മോശം ജീവിതത്തിലായി. അവരും മദ്യപിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ ആലോചിച്ചപ്പോൾ മക്കൾ എതിർത്തു. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് 2 സ്ത്രീകളുമായി ബന്ധമുണ്ട്. അവർ എൻ്റെ ഭർത്താവിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവിന് മാനസാന്തരം വരാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മൾ വായിച്ചു കേട്ട ഈ കത്തിൽ ആനി എന്ന ഒരു കുടുംബനായിക അനുഭവിക്കുന്ന ഒത്തിരി വേദനകളും പ്രയാസങ്ങളും വളരെ ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആനി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൻ്റെ ഭർത്താവിനായിട്ടുള്ള ഒരു നല്ല ഭാര്യാഭർത്തൃ ബന്ധം അത് ആനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ആനി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ അവസ്ഥ, ഭർത്താവിൻ്റെ അപ്പൻ ഭർത്താവിനെ സ്വന്തം മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് ആ മകൻ എങ്ങനെയാണ് വളർന്നു വന്നത്, ആ മകന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ആ മകൻ്റെ അവസ്ഥ, ഇതെല്ലാം വളരെ വ്യക്തമാണ്. അപ്പൻ ഈ മകനെ തൻ്റെ മകനായിട്ട് കാണാതെ വന്നാൽ തീർച്ചയായിട്ടും അപ്പന് ഈ മകനെ ഉള്ളുകൊണ്ട് ഒരിക്കലും സ്നേഹിക്കാനും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ മകൻ്റെ പേര് പറഞ്ഞ് മിക്കവാറും അപ്പൻ അമ്മയെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സംഘർഷപൂരിതമായ ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ബാല്യകാലം മുതൽ ഈ ഭർത്താവ് വളർന്നു വന്നത്. എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. തന്നെയുമല്ല, അപ്പനെ അമ്മയെ സംശയിച്ചതുകൊണ്ടും ഈ മകനെ ചേർത്ത് വെച്ച് പലതും വേദനിപ്പിക്കുന്നതിൽ പറയുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഈ അമ്മയും ദുഃഖവതിയാണ്. അതുകൊണ്ട് അമ്മയുടെ സ്നേഹവും ശരിക്ക് ഈ മകന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി മുറിവ് കൊണ്ട് നിറഞ്ഞ ഒരു ഭർത്താവാണ് ആനിയുടെ ഭർത്താവ്. അപ്പോൾ ആനി ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ
മുറിവ് കൊണ്ടൊക്കെ നിറഞ്ഞ ഒരു ഭർത്താവിനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം, ദൈവം സ്നേഹമാണ്. എല്ലാ മക്കളുടെയും വളർച്ചയും ഉയർച്ചയുമാണ് ദൈവം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ആനി മനസ്സിലാക്കുക, ഇദ്ദേഹത്തെ ഭർത്താവായിട്ട് ഈശോ ആനിയുടെ കയ്യിൽ തരുമ്പോൾ ഈ ഭർത്താവിൽ എന്തൊക്കെ മുറിവുകളും തകർച്ചകളും ഉണ്ടോ അതെല്ലാം സുഖപ്പെടുത്തുവാനായിട്ട് ഉള്ള വിളിയും ആനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആനി മനസ്സിലാക്കണം, മറ്റ് ഭാര്യമാരെ പോലെയുള്ള ഒരു വിളിയല്ല എൻ്റെ വിളി. ദൈവം ഏൽപ്പിച്ച ഈ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു വിളിയാണ് ആനിക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ വിളി ആനി പൂർത്തിയാക്കേണ്ടത് ഈ ഭർത്താവിനെ സുഖപ്പെടുത്തുവാനുള്ള ചില വരങ്ങൾ കൂടി വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം ആനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ദൈവമാണ് ജീവിത പങ്കാളിയെ തരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ ഭാര്യമാർക്കും എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പരസ്പരം സുഖപ്പെടുത്തുവാനുള്ള വരം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സൗഖ്യത്തെക്കുറിച്ച്, എന്ത് സൗഖ്യമാണ് ഭർത്താവിന് ലഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവ് ആ വെളിപ്പെടുത്തൽ നൽകുന്നത്. അതായത് ഭർത്താവ് കാണിക്കുന്ന പല സ്വഭാവങ്ങളും അത് അദ്ദേഹത്തിൻ്റെ മുറിവുമായി ബന്ധപ്പെട്ടതാണ്, അത് മനഃപൂർവ്വമല്ല എന്നുള്ള തിരിച്ചറിവ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചൊല്ലിയ പ്രാർത്ഥനയുണ്ടല്ലോ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തിലെ പല കാര്യങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ശിശുപ്രായത്തിലും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ അദ്ദേഹത്തിൽ രൂഢമൂലമായി കിടക്കുന്ന ആ മുറിവിൽ നിന്നാണ് ഈ സ്വഭാവ പ്രത്യേകതകളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഭാര്യയോടുള്ള ഒരു പ്രത്യേക വിദ്വേഷം മൂലമല്ല. അല്ല, വാസ്തവത്തിൽ ഭർത്താവ് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പെരുമാറുന്നത്, അത് ഭാര്യയ്ക്കെതിരായിട്ടല്ല, താൻ എന്താണ് എന്ന് ഭർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ എന്താണ് എന്ന് ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു ജീവിതമാണ് വാസ്തവത്തിൽ വിവാഹ ജീവിതം. ശരിക്കും അച്ഛൻ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവണത്, ഭാര്യയ്ക്ക് യോജിച്ചൊരു ഭർത്താവിന് യോജിച്ച ഭാര്യ എന്ന് പറഞ്ഞ അർത്ഥം പരസ്പരം കുറവുകൾ നികത്താനുള്ളവരാണെന്ന്. പരസ്പരം കുറവ് നികത്താനുള്ള വരം കർത്താവ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഈ വിവാഹ ജീവിതത്തിലാണ് താൻ ആരാണ് എന്ന് പരസ്പരം ഏറ്റവും കൂടുതലായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നത്. അത് കാരണം ഇതൊരു ഒന്നും മറച്ചു വയ്ക്കാത്ത തുറവിയുടെ ഒരു ജീവിതം കൂടിയാണ്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന് മുമ്പ് വരെ ചിലപ്പോൾ ആ വ്യക്തിയിൽ കാണപ്പെടാത്ത പലതും വിവാഹ ജീവിതത്തിന് ശേഷം ചിലപ്പോൾ പൊങ്ങി വരും. അതൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് പുറത്തേക്ക് വരാനുള്ള ഒരു അവസരമാണ്. അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ അതുവരെയും സപ്രസ് ചെയ്ത് വെച്ചിരുന്നതും അങ്ങനെ പലതും എല്ലാം അത് മറന്നീക്കി പുറത്തു വരികയാണ് സാധാരണ കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് ഒരിക്കൽ ഒരു അപ്പൻ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഭർത്താവിനോട് പറയണ്, എൻ്റെ കൂടെ ജീവിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമൊന്നും ഇവൾക്ക് കണ്ടിട്ടില്ലല്ലോ എന്ന്.
അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ആ പ്രശ്നം മുമ്പുണ്ട്, പക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുമ്പോൾ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. അതെ, ആ സമയം, കാരണം ഇതൊരു തുറവിയുടെ ജീവിതമാണ്, ജീവിതമാണ് ഒന്നും മൂടി വയ്ക്കുന്നില്ല. ഞാൻ എന്താണ് എന്ന് പൂർണ്ണമായിട്ട് വെളിപ്പെടാനുള്ള അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് കുടുംബജീവിതം മുഴുവനും. അപ്പം അങ്ങനെ ഭർത്താവ് താൻ ആരാണ് എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഭാര്യ ആ ഭർത്താവിനെയാണ് സ്വീകരിക്കേണ്ടത്. തൻ്റെ മനസ്സിൽ താൻ വെച്ചിരിക്കുന്ന ഒരു ഐഡിയൽ ഭർത്താവിനെ അല്ല, ദൈവം നൽകിയ ഭർത്താവ് ഇതാണ്. യാഥാർത്ഥ്യം അതേപടി അംഗീകരിക്കണം. അതെ. അപ്പം ഇവിടെ ആനി തൻ്റെ ഭർത്താവിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, അപ്പന് സ്നേഹമൊന്നും ഈ പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല. സ്നേഹം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ധാരാളം മുറിവുകൾ ആണ് അപ്പനിലൂടെ ഈ മകന് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അപ്പൻ്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് ഇതെൻ്റെ മകനല്ല എന്ന് അപ്പൻ പറയുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട്, ഈ മകൻ ഒരിക്കൽ പോലും ഉള്ളുകൊണ്ട് അപ്പനായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അപ്പം അപ്പനോട് ദേഷ്യവും വെറുപ്പും സ്വാഭാവികമായിട്ടും ഈ മകനിൽ ഉണ്ട്. അപ്പനെ അംഗീകരിക്കാൻ സാധിച്ചാൽ മാത്രമാണ് ഏതൊരു വ്യക്തിക്കും തന്നെ തന്നെ അംഗീകരിക്കാൻ കഴിയുള്ളൂ. തന്നെ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തി സ്വയം വെറുപ്പിലും സ്വയം നിന്ദയിലുമാണ് കഴിയുന്നത്. രണ്ട്, അപ്പനെ അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് ഒരു മാനസികമായ ഒരു ബലം ഇല്ല. അവർക്ക് ഒരു തന്നെക്കുറിച്ച് തന്നെ ഒരു ശുഭപ്രതീക്ഷകളില്ല, ഒരു ആത്മാഭിമാനമില്ല. അപ്പം അങ്ങനെയുള്ള ആത്മനിന്ദ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. ആത്മനിന്ദ കൊണ്ട് നിറഞ്ഞ വ്യക്തിയായതുകൊണ്ട് തന്നോട് തന്നെ ആ വ്യക്തിക്ക് ബഹുമാനമില്ല, സ്വയം നിന്ദയിലുമാണ്. അപ്പോൾ ഭാര്യ സ്നേഹിച്ചാൽ പോലും അത് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ സ്നേഹം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. രണ്ട്, അയാൾ കൊടുക്കുന്ന സ്നേഹം വാസ്തവത്തിൽ ഭാര്യയ്ക്കും യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം സ്വയം നിന്ദയുടെ ഒരു വേറൊരു പ്രതിഫലനമാണ് മദ്യപാനവും കഞ്ചാവും ഒക്കെ. അങ്ങനെയുള്ളവർക്ക് അവരവരെക്കുറിച്ച് തന്നെ ഒരിക്കലും ഒരു ശുഭാപ്തി വിശ്വാസമില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നിഷേധാത്മകമായി കാണുക, ഇയാൾ ശരിയാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നതും, അതുപോലെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴെല്ലാം ആ സ്വയം നിന്ന് വർദ്ധിക്കുന്നു, ഒന്നും കൂടെ ആഴപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിലൊന്നും ഭർത്താവിനെ സുഖപ്പെടുത്തുവാനായിട്ട് ഈ ഭാര്യയ്ക്ക് സാധിക്കുകയില്ല. അപ്പം അതിനാൽ ഈ ഭർത്താവിനെ സുഖപ്പെടുത്തുക എന്ന മഹത്തായ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിരിക്കുന്നുവെന്ന് ആനി മനസ്സിലാക്കുമ്പോൾ, ഈ സുഖപ്പെടുത്തൽ എന്ന് പറഞ്ഞ പരിപാടി സ്വന്തം ബുദ്ധി കൊണ്ടോ കായിക ബലം കൊണ്ടോ ഒന്നും ഒരാളെ ഉള്ളു സുഖപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. സൗഖ്യദായകൻ യേശു ക്രിസ്തു ആകുന്നു. അപ്പോൾ യേശുവിന് മാത്രമേ തൻ്റെ ഭർത്താവിനെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ആ യേശു വിവാഹം എന്ന കൂദാശയിലൂടെ ആനിയിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ആനിയും ഈശോയും തമ്മിലുള്ള ഒരു ആഴമേറിയ ബന്ധത്തിലൂടെയാണ് ഈ ഭർത്താവിനെ സുഖപ്പെടുത്താൻ ഉള്ള ശുശ്രൂഷ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഈശോ ആനീനെ അതിനുവേണ്ടി അഭിഷേകം ചെയ്തിട്ടുണ്ട്. അപ്പം അതിനാൽ ഭർത്താവിൻ്റെ സ്വഭാവവും പ്രത്യേകതകളൊന്നും എനിക്കെതിരായിട്ടല്ല. ഇങ്ങനെ മുറിവേറ്റ ഒരാളെയാണ് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ആ ദൈവം എൻ്റെ അടുക്കലേക്ക്
ഈ ഭർത്താവിനെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എന്നിൽ നിന്ന് സൗഖ്യത്തിൻ്റെ സ്നേഹം, യേശുവിലുള്ള സൗഖ്യത്തിൻ്റെ സ്നേഹം ഭർത്താവിലേക്ക് ഒഴുക്കാൻ എന്നെ ഈശോ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ കത്തിലൂടെ അച്ഛൻ തരുന്ന സന്ദേശം ഇതാണ്, ശരിക്ക് പരസ്പരം സൗഖ്യപ്പെടുത്താനുള്ള ഒരു വിളി വിവാഹം എന്ന കൂദാശയിലുണ്ടെന്ന് ഉണ്ട്. അപ്പോൾ ആനി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ എഴുത്തിൽ പ്രകടമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭർത്താവിന് അപ്പൻ്റെ സ്നേഹമേ കിട്ടിയിട്ടില്ല. അപ്പോൾ ആനിക്ക് ഭർത്താവിൻ്റെ ഉള്ളിലും അതൊക്കെ ഭർത്താവ് മറച്ചു വെച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കണം. ഒരിക്കലും ഭർത്താവ് ഭാര്യയോട് പറയാതെ എന്നെ എൻ്റെ അപ്പൻ സ്വീകരിച്ചിട്ടില്ല എന്നൊന്നും ആദ്യകാലത്ത് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതെങ്ങാനും ഭാര്യയുടെ ചെവിയിൽ വരുമോ എന്നുള്ള പേടിയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അതിന് സ്നേഹത്തോടെ ഭർത്താവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയേണ്ടത്, നമ്മുടെ രണ്ടുപേരുടെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ്. ബലഹീനരായ മാതാക്കന്മാരെ വളരെ നിസ്സാരമായൊരു ശുശ്രൂഷ മാത്രമേ അവർക്ക് നമ്മളിൽ ചെയ്യുവാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്നേഹം കിട്ടാത്ത ഒന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമായി എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചെല്ലുമ്പോൾ അപ്പനിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം മുഴുവനും സ്വർഗീയ പിതാവിലൂടെ ഒഴുകി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് അപ്പനോട് ക്ഷമിച്ച്, അപ്പനോട് ധാരാളം വെറുപ്പ് ഈ മകൻ്റെ ഉള്ളിലുണ്ട്, അത് ക്ഷമിച്ച് ക്ഷമിക്കാൻ, അത് അപ്പൻ്റെ കുറ്റമല്ല, അപ്പനും ഇതുപോലെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് അപ്പനോട് പരിപൂർണമായി ക്ഷമിച്ച് ഈ അപ്പനെ ലഭിച്ചതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടും കൂടുതൽ നിറവോടും കൂടി സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ സ്വർഗീയ അപ്പനെ സ്വീകരിക്കാൻ രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചെല്ലാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ ആനിക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും, ഭർത്താവിൽ സൗഖ്യം നടക്കുന്നത് കാണാൻ സാധിക്കും. ഭർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെയും ആനി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം ഉള്ളിൽ വന്ന് നിറയുമ്പോൾ ഈ സ്വഭാവ വൈകല്യങ്ങളും ആ കൂട്ടത്തിൽ താനെ മാറിപ്പോകുന്നവയാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറാകുക. ഇത് ഭർത്താവ് തനിക്കുണ്ടായ ഈ മുറിവിനെല്ലാം മൂടി വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം എൻ്റെ മുറിവ് അത് എൻ്റെ ജീവിത പങ്കാളി മനസ്സിലാക്കിയാൽ എൻ്റെ ഈഗോയ്ക്ക് എന്തോ കുഴപ്പമുണ്ടാകും എന്നാണ് പുരുഷൻ്റെ ചിന്ത. അതുകൊണ്ടാണ് അദ്ദേഹം അത് മൂടി വയ്ക്കുന്നത്. ആ മൂടി വെച്ചുകൊണ്ടുള്ള എല്ലാ ജീവിതവും സ്വഭാവ തകർച്ചകളാണ്. ആ സ്വഭാവ തകർച്ചയുടെ ഭാഗമാണ് പിന്നെ വേറെ സ്ത്രീകളുടെ അടുത്ത് നിന്നും സ്നേഹം സ്വീകരിക്കാനുള്ള പ്രവണതകളെല്ലാം തന്നെ. അപ്പോൾ അതിനെയൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇവരുടെ വിവാഹ ജീവിതത്തെ ഒരിക്കലും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ല. കാരണം അത് ഏത് സമയത്തും നീങ്ങിപ്പോകുന്നൊരു സംഭവമാണ്. നമ്മൾ ഒരു മരത്തിൻ്റെ ഇരിക്കുന്ന പഴുത്ത് ഉണങ്ങിയിരിക്കുന്ന ഒരു ഇല അതെങ്ങനെ പറിച്ചിടുമെന്ന് നമ്മൾ ചിന്തിച്ച് അതിനുവേണ്ടി കൂലിക്കാരെ വിളിക്കേണ്ട കാര്യമില്ല, അത് താനേ നീങ്ങിപ്പോക്കോളും. പക്ഷേ എനിക്ക് യേശു ക്രിസ്തുവിൽ എൻ്റെ ഭർത്താവിൽ എനിക്കൊരു ശുശ്രൂഷ, സൗഖ്യത്തിന് ശുശ്രൂഷ, സൗഖ്യദായകനായ യേശു ക്രിസ്തുവിനെ നൽകുവാനുണ്ട് എന്ന ഒരു അവബോധത്തിലേക്ക് ആനി വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ ഭർത്താവിനെ അതിന് ആ സൗഖ്യം
ലഭിക്കാനായിട്ട് തുടങ്ങുകയും ആ ഭർത്താവിനെ വേണ്ടതുപോലെ ഭർത്താവിൻ്റെ എല്ലാ മുറിവോടുകൂടി സ്വീകരിക്കുന്ന ഒരു സ്നേഹം ആനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് ആനിയുടെ മക്കളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. കാരണം യഥാർത്ഥ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം അപ്പോഴാണ് കുടുംബത്തിൽ വാസ്തവത്തിൽ വിടരുന്നത്. ആ സ്നേഹം വിടരുന്ന കാണുമ്പോൾ ആനിയുടെ പിള്ളേരിൽ അവർക്ക് ഈ അപ്പനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകും. അപ്പോൾ അവരും അപ്പനെ സ്വീകരിക്കും. തന്നെയല്ല, അമ്മയെ അവർക്ക് അംഗീകരിക്കാൻ, അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴവും ഈ കുട്ടികളൊരു പ്രത്യേക രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് രണ്ടുപേർക്കും വലിയ സൗഖ്യമുണ്ടാക്കുന്ന, മക്കളിലും സൗഖ്യമുണ്ടാക്കും. അത് അനുഗ്രഹീതമായൊരു കുടുംബജീവിതത്തിലേക്ക് ക്രമേണ നീങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആനി തൻ്റെ കുടുംബജീവിതത്തിലൂടെയുള്ള ദൈവം ഏൽപ്പിച്ച ഈ ശുശ്രൂഷയിൽ അത് ചെയ്യുവാൻ തക്കവണ്ണം ആനി വളരണം. എങ്കിൽ മാത്രമേ ഇത് ഈ ആനിക്കും വളരാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. ഇപ്പോൾ ആനി ചിന്തിക്കുന്നത് വെറൊരു മാനുഷിക സ്നേഹം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നതാണ്. ആ മാനുഷിക സ്നേഹം ആനിക്ക് കിട്ടിയാലും ആനി അതിൽ സംപ്രീതയല്ല. സ്നേഹമുള്ളവരെ, ആനി എന്ന സഹോദരിയുടെ ജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം എന്ന് അച്ഛൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സുഖപ്പെടുത്താനുള്ള ഒരു ശുശ്രൂഷയുണ്ട് എന്നതാണ് ക്രൈസ്തവ വിവാഹ ജീവിതം എന്ന് ആദ്യമേ മനസ്സിലാക്കണമെന്നാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത്. ഈ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സ്വന്തം അപ്പൻ സ്വീകരിക്കാത്ത മകനും അപ്പൻ മകനെ സ്വീകരിച്ചിട്ടില്ല, അതിൻ്റെ പ്രതിഫലനമായി മകൻ അപ്പനെ സ്വീകരിച്ചിട്ടില്ല. അതിൽ നിന്ന് വരുന്ന ആത്മനിന്ദ, സ്വയം സ്നേഹമില്ലായ്മയാണ് ഈ പ്രശ്നങ്ങളുടെ അടിവേര് എന്ന് ആദ്യമേ തന്നെ ആനി തിരിച്ചറിയണം എന്നാണ് അച്ഛൻ പറയേണ്ടത്. അങ്ങനെ ഒരു മൂടിവെച്ച ഒരു വ്യക്തിത്വമാണ് ആനിയുടെ ഭർത്താവിൻ്റേത്. അതിൽ നിന്ന് മോചനം നേടാൻ ആനി ആദ്യമേ തന്നെ ഈ ശുശ്രൂഷ ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുക. രണ്ടാമതായിട്ട് പിതാവിൻ്റെ സ്നേഹം എങ്ങനെ ഭർത്താവിന് ലഭിക്കും. അത് ഇപ്പോൾ ഭർത്താവിൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി, മുറിവുകൾ ആഴപ്പെട്ടു പോയി. ഈ ഒരു ഘട്ടത്തിൽ ഭർത്താവ് ഭാര്യയ്ക്കെതിരായി ചെയ്യുന്നതല്ല ഇതൊന്നും, ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇതെന്ന് ആദ്യം അംഗീകരിക്കുമ്പോഴാണ് കർത്താവ് ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ ആനിക്ക് കഴിയുക. കാരണം വിവാഹം കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ, സ്ത്രീയുടേതായാലും പുരുഷൻ്റേതായാലും, മൂടി വയ്ക്കപ്പെട്ട സ്വഭാവങ്ങളൊക്കെ പുറത്തു വരിക. അത് ജീവിത പങ്കാളിക്ക് എതിരാണ് എന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അതിന് പകരം ഈ ഭർത്താവിനെ സുഖപ്പെടുത്തുന്ന ദൗത്യം ഏറ്റെടുക്കുക. പക്ഷെ അത് സ്വന്തമായിട്ട് കഴിയില്ല എന്ന് തിരിച്ചറിയും വേണം. കാരണം ഒരുവൻ്റെ ഭൂതകാലത്തിലേക്ക് കടന്നുപോയി അവനെ സുഖപ്പെടുത്തുക എന്നത് യേശുവിന് മാത്രം പറ്റുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് യേശുവിനോടൊത്ത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ സ്നേഹത്തിലേക്ക് വളരാനായിട്ട് ആ പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഭർത്താവിനെ വേറൊരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആനിക്ക് കഴിയും. അവിടെ ഒരു സന്തോഷം രൂപം കൊണ്ടുവരും. അതിലൂടെ മക്കൾക്കും മാറ്റമുണ്ടാകാൻ ആരംഭിക്കുമെന്നാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിനെ കുടുംബത്തിലേക്ക് ഒഴുക്കാനുള്ള ഒരു മാർഗമായി ആനി മാറണം. അതിലൂടെ കുടുംബം രക്ഷപ്രാപിക്കും. അച്ഛാ, നമുക്കിതുപോലെ കഷ്ടത അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയും ആനിക്ക് വേണ്ടി പ്രത്യേകിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അവിടത്തേക്ക് അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുവൻ തന്നെയാകുന്നു.
അതിനാൽ ഞങ്ങളുടെ കഴിഞ്ഞ കാലം എത്രമാത്രം മുറിവേറ്റതായാലും തകർന്നതായാലും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവിടത്തേക്ക് ആ ഇന്നലകളിൽ ഇറങ്ങിച്ചെന്ന് എല്ലാം പൂർണ്ണമാക്കാൻ സാധിക്കും എന്നുള്ള ആ വലിയ സത്യം ആനിയും ആനിയുടെ കുടുംബവും തിരിച്ചറിയുവാൻ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സൗഖ്യത്തിൻ്റെ അനുഭവം അനുഭവിച്ചറിയുവാൻ അങ്ങ് ഈ കുടുംബത്തെ വിളിച്ചതിനെ ഓർത്തും പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. സമാന തകർച്ചയിലൂടെ കഴിയുന്ന എല്ലാ കുടുംബങ്ങളും ഈ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുവാനും ഈ സൗഖ്യത്തിലേക്ക് വരാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ജീവിത പങ്കാളികളിൽ കാണുന്ന ഓരോ സ്വഭാവ പ്രത്യേകതകളും അത് തൻ്റെ പങ്കാളിക്കെതിരായിട്ട് ചെയ്യുന്ന ഒന്നല്ല, പിന്നെയോ അവരവരെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും ആ വെളിപ്പെടുത്തുന്ന ഓരോ സ്വഭാവത്തിനും അവരുടെ ബാല്യകാല മുറിവുമായിട്ട് ബന്ധമുണ്ടെന്നും ആ ബാല്യകാല ബന്ധത്തിൻ്റെ മുറിവിനെ സുഖപ്പെടുത്തുവാൻ മാനുഷിക ശക്തിക്ക് സാധ്യമല്ലെന്നും ആ സൗഖ്യം തരാൻ കഴിയുന്നത് ഈശോ മാത്രമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സൗഖ്യദായകനായ യേശുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും പ്രാർത്ഥനയിലൂടെ കൊണ്ടുവന്ന് സൗഖ്യം സ്വീകരിച്ച് അനുഗ്രഹീത കുടുംബങ്ങളായി മാറുവാൻ ആനയുടെ കുടുംബത്തെയും മറ്റെല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥന തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് നിങ്ങളുടെ കത്ത് പനക്കലച്ചൻ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.